തയ്യിൽ അബ്ദു, മകൻ നാഫി, ഇവരുടെ ബന്ധു ജാഫർ എന്നിവരാണ് അറസ്റ്റിലായവർ. വീട്ടിൽ കയറി ആക്രമിച്ചു, ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് പ്രതികൾക്കെതിരെ കേസെടുത്തത്. നമസ്കാരം, വെൽക്കം ടു ചാനൽ ഗൈസ്. കല്യാണ മുടക്കികൾ ഇപ്പം മലപ്പുറത്ത് ഒരു ഇഷ്യൂ, കൊച്ചിയിൽ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് അല്ലേ? ഒന്ന് സൗണ്ട് കുറയ്ക്കേ. ഞാൻ അതെല്ലാ പ്രാവശ്യം ഇങ്ങനെ പറയണോ? അപ്പം നമ്മൾ അടുത്തൊരു വീഡിയോ കണ്ടു അല്ലേ? രണ്ട് പയ്യന്മാര് ഒരു വയസ്സായിട്ടുള്ള ഒരാളെ കയറിയിട്ട് നല്ല രീതിയിൽ പൊട്ടിച്ചു. അപ്പം അയാളെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചു. 3 കല്യാണമാണ് ഇയാൾ മുടക്കിയെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഈ നാട്ടും പ്രദേശത്തൊക്കെയാണ് ഈ കല്യാണം മുടക്കി, പണ്ട് കാലത്തൊക്കെ കല്യാണം മുടക്കികൾ ഉണ്ടാവും. അതായത് വീട്ടിൽ വന്ന് പെൺകുട്ടിയെ കാണുന്നു അല്ലെങ്കിൽ പയ്യനെ കാണുന്നു, അത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി ആ ചുറ്റുപാടുള്ളൊരു അന്വേഷണം ഉണ്ട്. അപ്പോൾ ലൈക്ക് ഇതിലിപ്പം എൻ്റെ ഒരു പെർസ്പെക്ഷൻ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, പൊതുവേ നാട്ടുകാരോട് എങ്ങനെയുണ്ട് പയ്യൻ കുഴപ്പമൊന്നുമില്ല, കാണാനൊക്കെ നല്ല ഇതൊക്കെയാണ്, പക്ഷെ വേലയും കൂലിയൊന്നും ഇല്ല. വെറുതെ അവൻ്റെ ചേട്ടനെ പിഴിഞ്ഞും വീട്ടുകാരെ പിഴിഞ്ഞൊക്കെ ഇങ്ങനെ തേരാപ്പാര നടക്കുന്ന ഒരു പയ്യനാണ്. പക്ഷെ വേറെ പയ്യനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്ന് പറയുന്ന നാട്ടുകാരുണ്ട്. അതേപോലെ പെൺകുട്ടി എന്താണ് പെൺകുട്ടിയുടെ അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ നല്ല അടക്കമൊതുക്കുള്ള പെൺകുട്ടിയൊക്കെയാണ് കുടുംബക്കാരുള്ളപ്പോൾ. പിന്നെ വരുമ്പോൾ ചിലപ്പോൾ ഒരു 6:30-7 മണിയൊക്കെ ആവും. ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ആയിരിക്കും കൊണ്ടാക്കുന്നുണ്ടാവുക. പിന്നെ ഇടയ്ക്കൊക്കെ ഇപ്പോൾ വീക്കെൻഡിലൊക്കെ ആണെങ്കിൽ രാത്രിയൊക്കെ പോണ കാണാം പുറത്തേക്ക് എന്നുള്ള രീതിയിലൊക്കെ ഒരു അവിടെ ഇവിടെ തൊട്ടിട്ടുള്ള ഒരു സംസാരമാണ്. അപ്പോൾ ഈ നാട്ടിൻപുറത്തുള്ള ആൾക്കാരൊക്കെ ഭയങ്കര ഓർത്തഡോക്സ് ഒക്കെ ആണല്ലോ. അവർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ വക വിഷയങ്ങൾ. ഇതിലൊരു വശം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ കല്യാണം കഴിച്ചാൽ ശരിയാവും എന്ന് ചിന്തിക്കുന്ന കുറച്ച് പാരൻസ് ഉണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ ഈ കല്യാണത്തിന്റെ സമയത്ത് ഷെയർ ചെയ്യത്തില്ല. ഇതൊക്കെ ഒരു വിഷയമാണോ എന്നുള്ള രീതിയിൽ ഷെയർ ചെയ്യത്തില്ല. പെൺകുട്ടിയുടെ കേസിലാണെങ്കിലും ആൺകുട്ടിയുടെ കേസിലാണെങ്കിലും തുറന്ന് സംസാരിക്കലും ഷെയർ ചെയ്യലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പല ഉടായ്പകളും കല്യാണത്തിന് പണ്ട് കാലത്ത് നടന്നിട്ടുണ്ട്. അതിനെന്തോ പ്രോവർബറ്റുണ്ട്, എത്രയോ നുണ പറഞ്ഞാലും കല്യാണം നടത്തിക്കാന്നോ അങ്ങനെ എന്തൊക്കെയോ. അപ്പോൾ ഈ വീട്ടുകാർ പറയാത്ത കാര്യങ്ങൾ ചിലപ്പോൾ സത്യാവസ്ഥ സഹിതം പുറത്ത് നാട്ടുകാർ പറഞ്ഞറിയുന്നു. അതല്ലെങ്കിൽ വീട്ടുകാരെല്ലാ കാര്യം തുറന്നു പറഞ്ഞിട്ട് പിന്നെ നാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കുന്നു. അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ സംഭവം എന്തിനാ നാട്ടുകാരോട് അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമുള്ള? സത്യം പറഞ്ഞത് വീട്ടുകാരുള്ള കാര്യങ്ങൾ പറയാ. പിന്നെ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ പറഞ്ഞ എന്തെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ കൂട്ടിക്കൊണ്ട് വീട്ടുകാരായിട്ടിരുന്ന് സംസാരിക്കുകയോ കാര്യങ്ങൾ ക്ലിയർ ഓഫ് ചെയ്യുകയോ ചെയ്യുക. ഒരുപാട് ആൾക്കാരുടെ കല്യാണം മുടങ്ങി പോയിട്ടുണ്ട് കേട്ടോ. ഇപ്പോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും അങ്ങനെ കല്യാണത്തിനോടും കുട്ടികൾ ഉണ്ടാവുന്നതിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. ഓൾമോസ്റ്റ് സിംഗിൾ ലൈഫാണ് ഓൾമോസ്റ്റ് എല്ലാവരും നോക്കുന്നത്. പിന്നെ ലിവിങ് ടുഗദർ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് ഇപ്പം ഒക്കെ വേറിട്ട് ചിന്തിക്കുന്ന ഒരു ഇതാണ്. ഇപ്പൊ കല്യാണത്തിലോട്ടാണെങ്കിലും ചിലപ്പം ലവ് മാരേജ് മതി, അഥവാ പാരന്റ്സ് കല്യാണം ഉറപ്പിക്കുകയാണെങ്കിലും ചായം കൊണ്ട് വരുന്നു, പിറ്റേ ദിവസം കല്യാണം കഴിപ്പിക്കുന്നു. എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കല്യാണമൊന്നുമില്ല. നല്ലോണം സമയം എടുത്തിട്ടൊക്കെയാണ് കല്യാണം കഴിക്കുന്നത്. ഈവൻ അവര് തമ്മിൽ അറിഞ്ഞ് സംസാരിച്ച് ചക്കയെന്നുള്ള ചുഴി നോക്കാനായിട്ട് എന്നാലും ഏറെക്കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാനൊക്കെ നോക്കിയതിന് ശേഷമാണ് കല്യാണം കഴിക്കുന്നത്. ഇവിടെ വിഷയം വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ലേറ്റ് ആയിട്ട് ജാതകദോഷം, ജാതകത്തിന്റെ പുറകെ പോവുക, അല്ലെങ്കിൽ ജോബ് സംബന്ധം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം കൊണ്ട് നീണ്ടു പോയിട്ട് പാരന്റ്സിനൊക്കെ ടെൻഷൻ ഉണ്ടാവും. റൂൾ ബുക്ക് മാറിയിട്ടില്ല സൊസൈറ്റിയുടെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ഏജിൽ കല്യാണം കഴിച്ചില്ലെങ്കിൽ അത് വിഷയമാണ്, അങ്ങനെ ഇങ്ങനെയാണ്, കുടുംബത്തിൽ നിന്നു പോകും എന്നൊക്കെ നാട്ടുകാരുടെ വകയും റിലേറ്റീവ്സിന്റെ വകയൊക്കെയുള്ള ഒരു പ്രഷറും കാര്യങ്ങളൊക്കെ വരുമ്പം കല്യാണം നടത്തുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ലേറ്റ് ആയിട്ട് ഒരു അറേഞ്ച് മാരേജ് അല്ലെങ്കിൽ എന്താണെങ്കിലും അത് ഒത്തു വന്നതിന് ശേഷം ഇങ്ങനെ വന്നിട്ട് മുടക്കുമ്പോൾ വീട്ടിൽ കയറി പഞ്ഞിക്കിടും. അവരുടെ ഒരു ഫ്രസ്ട്രേഷൻ ഒന്ന് വേറെ ലെവൽ തന്നെയാണ്. ഫ്രസ്ട്രേഷൻ വേറെ ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുന്നത് ഒരു ചിലപ്പോൾ അവർക്ക് നല്ലൊരു ആലോചന വരുന്നതിന്റെ ഒരു കുരുപ്പോ കുത്തിരിപ്പോ എന്ത് തന്നെ ആവാം, അത് മുടക്കും. അപ്പൊ അവിടേക്കാണ് ഈ വിഷയം വരുന്നത്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ കല്യാണം മുടക്കികളോടാണ് പറയാനുള്ളത്. ഞാൻ പയ്യന്മാരോടോ പെൺകുട്ടികളോടോ ഒന്നും അല്ല പറയുന്നത്, കല്യാണം മുടക്കികളോടാണ് പറയുന്നത്. വീട്ടിൽ കയറി ഇതേപോലത്തെ കുത്ത് കിട്ടും. അപ്പൊ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. പിന്നെ കല്യാണം ആലോചിച്ച് ചെല്ലുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ക്ലിയർ ഓഫ് ചെയ്യും. ഇങ്ങനെ ഒരാൾ വന്ന് പറയുമ്പോഴേക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പെണ്ണിന്റെ വീട്ടുകാരാണെങ്കിൽ ആണിന്റെ വീട്ടുകാരാണെങ്കിലും മുടക്കി പോവാതിരിക്കും. പിന്നെ വേറൊരു കാര്യം, ഇങ്ങനെ ഒരാൾ പെട്ടെന്ന് ഒന്ന് പറയുമ്പോൾ നമുക്ക് കല്യാണമൊക്കെയാണ് ജീവിതത്തിൽ ഒരു പ്രാവശ്യം ഉണ്ടാവുന്ന അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ അതിനകത്തേക്ക്
ഒരു കല്ലുകടി വരും. അപ്പോൾ അതവിടെ ഓട്ടോമാറ്റിക്കലി അയ്യോ എൻ്റെ മോള് സേഫ് അല്ലേ അല്ലെങ്കിൽ എൻ്റെ മോന് സേഫ് അല്ലേ എന്നുള്ള രീതിയിൽ ഒട്ടുമിക്ക പാരൻസും ബാക്ക് ഓഫ് ചെയ്യും. ഞാൻ ഈ പറഞ്ഞ മാതിരി പറഞ്ഞ് ക്ലിയർ ചെയ്യാൻ നോക്കിയാലും നമ്മുടെ മനസ്സിൽ അവരത് നുണ പറയണാണെങ്കിലോ പ്രശ്നമാണെങ്കിലോ എന്തായാലും ഇങ്ങനെ ഒരു ഇത് കേട്ടതല്ലേ വേണ്ടെന്ന് പറഞ്ഞ് ഡിപ്പാർട്ട് ആവാനായിട്ടുള്ള ചാൻസസ് ഹൈ ആണ്. പിന്നെ ഒന്നാമത്തെ കാര്യം അതൊന്ന്. രണ്ടാമത്തത് ഈ എന്തോ ഏതോ എന്നും പറഞ്ഞ് കേട്ടിട്ട് പെട്ടെന്ന് എടുത്തു ചാടി റിയാക്ട് ചെയ്യാതിരിക്കും. ഇപ്പൊ ഇദ്ദേഹത്തിന്റെ കേസാണെങ്കിലും 2 എണ്ണം പൊട്ടിച്ചു. അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ശരിയാണ്. ഇപ്പൊ പലരും പറയുന്നുണ്ട് വയസ്സായ ആളെല്ലാം ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്നുള്ളത്. നമ്മുടെ വീട്ടിൽ കയറി കളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കല്യാണമൊക്കെ മുടക്കുക, അല്ലെങ്കിൽ ഇപ്പോ വയസ്സായ ആളല്ലേ നമ്മളെ സ്ത്രീകളുടെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചു അല്ലെങ്കിൽ കയറി പിടിച്ചു, അയ്യോ വയസ്സായതല്ലേ അവന് വിട്ടുകളയാൻ പറ്റില്ല, നമ്മൾ റിയാക്ട് ചെയ്യും. പക്ഷെ ആ ദേഷ്യം നമ്മൾ റിയാക്ട് ചെയ്യും. പക്ഷെ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ അടി പൊട്ടിയ സമയത്ത് എങ്ങാനും ഇയാൾ തലയിറങ്ങി വീണ് മരിച്ചു പോയിരുന്നെങ്കിൽ എന്താ അവസ്ഥ എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ അങ്ങനെ എന്തെങ്കിലും വള്ളികൾ വരുമ്പോ നേരെ സ്ട്രെയിറ്റ് ലീഗലി പോവുക, പോലീസ് സ്റ്റേഷനിൽ പോവുക. അപ്പൊ ഇയാളുടെ വോയിസ് ഒക്കെ കേൾപ്പിച്ചിട്ട് ഇയാളാണോ എന്നൊക്കെ ചോദ്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുക. നമ്മൾ ലോ കയ്യിലെടുക്കാൻ നിന്ന് കഴിഞ്ഞാലാണ് സാധനം ഉൾട്ടയാവുന്നത്. പോലീസ് സ്റ്റേഷനിൽ പോയി ഇയാളെ വിളിപ്പിച്ചിട്ട് ക്ലിയർ ഓഫ് ചെയ്യുക എന്നതാണ് എന്റെ അഭിപ്രായം. ഇപ്പോ സാധനം തിരിഞ്ഞു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വീട്ടിൽ കയറി മർദ്ദിച്ച ആൾക്കാർ ഇപ്പൊ അകത്തായി. ഇങ്ങേര് ആ പയ്യനെ പറ്റിയിട്ടൊന്നും പറഞ്ഞിട്ടില്ല, പെൺകുട്ടിയെ പറ്റിയിട്ടാണ് സംസാരിച്ചത്. അതിലും അങ്ങനെ പറയുന്നുണ്ട് എനിക്കും ഉണ്ട് മോള്, അപ്പൊ ഞാൻ അങ്ങനെ ഒരു രീതിയിൽ സംസാരിച്ചിട്ടില്ല. പക്ഷെ ഈ പയ്യനും അവരൊക്കെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കി തല്ലി. അപ്പൊ നാട്ടുകാരടക്കം ഇപ്പോ ഈ കല്യാണം മുടക്കി എന്ന് പറയുന്ന ഈ വയസ്സായ ആളുടെ കൂടെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം എനിക്കും അത് തോന്നി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിപ്പോ എല്ലാം സോഷ്യൽ മീഡിയയിലാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നേരെ ചെന്ന് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ കൂടെ അയാളെ പൊട്ടിച്ചു. ഒരു നാട്ടിലുള്ള ഒരു സംഭവം ലൈക്ക് ഈ പറഞ്ഞ പോലെ അയാളെ കൊണ്ട് സോറി പറയിപ്പിക്കുകയും ചെയ്തു. ഇതൊക്കെ അപ്ലിക്കബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇതൊരു പയ്യനാണ്. എന്താണെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണതും അവിടെ പറഞ്ഞ വീഡിയോസും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ കേസ് നടന്നതിന് ശേഷം അവിടെ ത്രൂ വീഡിയോ എടുക്കുകയും സോഷ്യൽ മീഡിയയിലേക്ക് അറിയിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇതിപ്പോ 3 കല്യാണം മുടങ്ങേണ്ട ഒരു ടെമ്പറിൽ അയാൾ ചെയ്തതാണ്. അതിനെ ലൈക്ക് ഈ പറഞ്ഞ മാതിരി ഹാൻഡിൽ ചെയ്യേണ്ട രീതി ഇങ്ങനത്തെ വള്ളിക്കെട്ടുകളൊക്കെ വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ വീണ്ടും പറയുന്ന ആ മനുഷ്യനങ്ങ് മരിച്ചു പോയിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. ഇയാൾ ചെയ്തിട്ടില്ല, അപ്പൊ എടുത്തോ പിടിച്ചോന്ന് പറഞ്ഞ് ചെയ്താണ്. ഈ പയ്യന്റെ കല്യാണം മുടങ്ങിയത് ഇയാള് കാരണമല്ല. ഇയാള് ആ പെൺകുട്ടിയെ പറ്റി സംസാരിച്ചു, അതും അത്ര ഇതായിട്ടുള്ള രീതിയിലൊന്നും സംസാരിച്ചിട്ടില്ല. എനിക്കും ഇല്ലേ പെൺകുട്ടികൾ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ സാധനം ഉൾട്ടയടിച്ച് ഇപ്പൊ കേസ് തല്ലിയവർക്കെതിരെ വന്നേക്കാണ്. പിന്നെ വേറൊരു കാര്യം, ഇപ്പൊ പോലീസുകാരുള്ളപ്പോ നിങ്ങൾ എന്തെങ്കിലും വീട്ടിൽ കയറി തല്ലാൻ പോയി ഞങ്ങളെ റിപ്പോർട്ട് ചെയ്താൽ മതിയായിരുന്നില്ല, ഇയാളാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞങ്ങൾ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുമായിരുന്നുള്ളൂ എന്നുള്ളൊരു ചോദ്യം വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ ഒന്ന് കല്യാണം മുടക്കികൾ വയസ്സായവരായിക്കോട്ടെ മൂത്തവരായിക്കോട്ടെ ഇളയതായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ ശ്രദ്ധിക്കുക. കാരണം ഇതേപോലെ അടി കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇയാൾ ജീവനോടെ നിന്ന മാതിരി അടുത്ത അടിക്കൊക്കെ ഊക്കോട് കൂടിയിട്ടാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒക്കെ ചിലപ്പോൾ ഈ പറഞ്ഞ മാതിരി ചുമരയിൽ ഇരിക്കേണ്ടി വരും. അപ്പൊ നിങ്ങൾ കല്യാണം മുടക്കാതിരിക്കുക, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക. ഇനി ഇങ്ങനെ എന്തെങ്കിലും ഒരു മുടക്കോ കാര്യങ്ങളോ കിട്ടിക്കഴിഞ്ഞാൽ ആ ഓപ്പോസിറ്റ് ഇരിക്കുന്ന പെൺകുട്ടിയുടെ വീട്ടുകാരാണെങ്കിലും പയ്യന്റെ വീട്ടുകാരാണെങ്കിലും ഫുൾ അവരുടെ ഒരു മാനസികാവസ്ഥ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് പറയുന്നത്. വീട്ടിലോട്ട് കയറി ചെന്ന് തല്ല് പിടിക്കുകയൊക്കെ ചെയ്ത് സാധനം ഉൾട്ടടിച്ച് വരാതെ നേരെ നിങ്ങൾക്ക് അത് ഉറപ്പുണ്ട് ഇയാളാണെന്നുണ്ടെങ്കിൽ സ്റ്റേഷനിൽ പോയി റിപ്പോർട്ട് ചെയ്ത് അവിടെ വച്ച് വിളിച്ച് അവിടെ വച്ച് ക്ലിയർ ഓഫ് ചെയ്യാൻ നോക്കുക. പെട്ടെന്ന് നമ്മൾ പറയില്ലേ ദേഷ്യം വരുമ്പോൾ പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുക്കാൻ പാടില്ല. കരച്ചിൽ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങനെ ചില ഇതൊക്കെ ഉണ്ട്. ഒരു ദേഷ്യം വരുമ്പോഴും കരച്ചിൽ വരുമ്പോഴും ഓവർ കരച്ചിൽ വരുമ്പോഴും ഭയങ്കര സന്തോഷം വരുമ്പോഴൊക്കെ ഡിസിഷൻ എടുക്കാതെയും ഭാര്യയ്ക്ക് ഒരു പ്രോമിസ് ഒക്കെ കൊടുക്കാതിരിക്കുക എന്നുള്ളൊരു കോട്ട് നമ്മൾ കേട്ടില്ലേ. അപ്പൊ അതാണ് ഇതിനകത്തും സംഭവിച്ചിരിക്കുന്നത്. കേരള ലീഗൽ വൈസ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ഇപ്പൊ ഇതിപ്പോ പ്രൂഫും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ട് വിളിക്കാൻ സംസാരിക്കാൻ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി ആയേനെ. ഇതിപ്പോ ഇയാളെ മർദ്ദിച്ചു എന്നുള്ള കെയർ ഓഫില് അയാളുടെ കല്യാണം മുടങ്ങി, അതായത് പയ്യന്റെ കല്യാണം മുടങ്ങി അകത്തായി. ഇയാളല്ല പ്രശ്നക്കാരെന്നാണ് പറയുന്നത്. അപ്പൊ സൊസൈറ്റിയിൽ ഇങ്ങനെ പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട്. ആട് പട്ടിയവ വട്ടി പൂച്ചയാവ എന്നുള്ള പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പോ പരമാവധി എനിക്ക് വീണ്ടും പറയാനുള്ളത് ഈ എന്താ പറയാ ഫ്രസ്ട്രേഷൻ കൊണ്ടോ അല്ലെങ്കിൽ ഉള്ളതുകൊണ്ടോ എന്തു തന്നെ ആയിക്കോട്ടെ ഈ കല്യാണ മുടക്കികളൊന്ന് നല്ല രീതിയിലൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇപ്പൊ കൊച്ചിയിലും ഇതേപോലത്തെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പൊ വീട്ടിൽ കയറി കുത്ത കാര്യങ്ങൾ നമുക്ക് ചിലവര് ഇറന്ന് വാങ്ങിക്കുന്നതാ ഈ പറഞ്ഞ മാതിരി വീട്ടിൽ കയറി കുത്ത അല്ലാതെ വേറൊന്നും ഇല്ല എന്നുള്ള രീതിയിലേക്ക് മനുഷ്യന്റെ ചിന്താഗതിയിൽ കൊണ്ടുപോകുന്ന അവസ്ഥയ്ക്കുള്ള പല കാര്യങ്ങളും സൊസൈറ്റിയിൽ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ആത്മസമീപനം പാലിച്ച് നേരെ കേരള പോലീസ് അടുത്ത് പോയി ഫയൽ ചെയ്ത് അവിടെ നിന്ന് അവരെ കൊണ്ട് വിളിപ്പിച്ച് അങ്ങനെ ലീഗലി പോട്ടെ കാര്യങ്ങൾ. അല്ലാതെ നമ്മൾ നിയമം കയ്യിലെടുക്കാൻ പോയി കഴിഞ്ഞാൽ എത്ര നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിലും
പണി തിരിച്ചു കിട്ടും. ഇപ്പം ഈ കേസിലാണെങ്കിലും ഇത് പെട്ടെന്ന് ലൈക്ക് കാര്യം അറിയാതെ അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു ഫ്രസ്ട്രേഷനിൽ ആഹാന്നും പറഞ്ഞ് എടുത്ത് ചാടി ചെയ്തൊരു കേസാണ്. ഇനിയിപ്പം കംപ്ലീറ്റ് നിങ്ങളുടെ ഒരു പ്രൂഫ് ഉണ്ടെങ്കിൽ പോലും ഞാൻ ഈ പറഞ്ഞ മാതിരി കൈവയ്ക്കാതൊക്കെ ഇരിക്കുക. കാരണം അടിയുടെ ഊക്കിൽ ചിലപ്പോൾ എന്തെങ്കിലും പറ്റി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്തവനാണെങ്കിലും തെറ്റ് ചെയ്തവൻ അയാളാണ് നിങ്ങളുടെ ഭാഗത്ത് ശരിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ അഴിയണ്ണേണ്ടി വരും. അപ്പോൾ ഇവിടെ നിയമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ കയ്യിലെടുക്കാതെ മുന്നോട്ട് ലീഗൽ വൈസ് കാര്യങ്ങൾ പോവുക. അപ്പോൾ പിന്നെ ഇതിലവസാനം എനിക്ക് പറയാനുള്ളത് കല്യാണമൊന്നുമല്ല എൻഡ് ഓഫ് ദ ലൈഫ്. ഓക്കെ, വേറൊരു സത്യമാണ് ഗൈസ്. അപ്പം നിങ്ങളുടെ നാട്ടിൽ ഇതേപോലത്തെ കല്യാണ മുടക്കികളുണ്ടോ? ഇങ്ങനത്തെ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ കല്യാണം കഴിച്ചോ? നിങ്ങൾ കല്യാണം കഴിക്കാൻ വെയിറ്റിംഗ് ആണോ? എന്താണ് ആ സംഭവങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.